കുട്ടി പ്രേക്ഷകരെ, നമുക്കിനി ഞാനീ പറഞ്ഞതിൻ്റെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇത് ഞാൻ എന്തിനാണ് വച്ചിരിക്കുന്നത്, ഇതെന്താണ് ഇതിൻ്റെ പ്ലാനിങ് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. എൻ്റെ ബഡ്ജറ്റിൽ നിർത്തി ഞാൻ ചെയ്തതാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. അതായത് 22x10. അതായത് കിച്ചണിൽ തന്നെ നിങ്ങൾ കാണാം. ചെറിയ രീതിയിൽ സ്പോർട്സിൻ്റെ ചെറിയ പരിപാടികളാണ്, മുൻപേ ഒക്കെ വാങ്ങിയിട്ടതാണ്. ചെറിയ ഫ്രീ കിട്ടുമ്പോഴത്തേക്കും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഞാനത് പുറകെ വിശദമായിട്ട് പറയാം. 22x10. ഇനി നിങ്ങൾ അകത്തോട്ട് പോകുമ്പോൾ കാണുന്നത് ഇതൊരു ബെഡ്റൂമാണ്. ഇത് 15x15. ഇനി അടുത്ത് നിങ്ങൾ കാണുന്നത് ഇതൊരു ഹാളാണ്. ഈ ഹാള് വന്നിട്ട് 30x12. 30x12. ഞാനിവിടെ ഇതിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറയാനാണ് ഇത് പറഞ്ഞു തരുന്നത്. 30x12. മറ്റൊരു ബെഡ്റൂം. അതായത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ക്ലോസറ്റൊക്കെ വാങ്ങിച്ചു വെച്ചു, ഒന്നും ചെയ്യാൻ പറ്റില്ല. കോവിഡ് ഒന്ന് വീണു, അതെല്ലാം ഇവിടെ ഇരിക്കുകയാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല, ഒന്നും പണിയൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ബാത്റൂമിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് പറയാം. ഈ 30x12 ഈ ഹാള് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഇതൊരു സയൻസ് ലാബാണ്. ഏകദേശം എനിക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ 20 to 30 ലക്ഷം രൂപയാകും എൻ്റെ ഈ സയൻസ് ലാബ് കംപ്ലീറ്റ് ചെയ്ത് വരാൻ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി, അതായത് സയൻസിൽ നല്ല ബ്രില്യൻ്റായ റിസർച്ച് മനോഭാവമുള്ള കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ലാബ് ഒരുക്കലായിരുന്നു എൻ്റെ ലക്ഷ്യം. അതായത് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ലാബ് ഒരുക്കുക. ലാബ് ഒരുക്കിയിട്ട് ഈ റിസർച്ച് മനോഭാവമുള്ള കുട്ടികൾക്ക് ഒരു ബ്രെയിൻ ഓഫ് ലെവൽ എപ്പോഴാണ് മൂഡ് പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടികൾക്ക് സ്കൂൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ ഒക്കെ ഫ്രീ ഉള്ളപ്പോൾ അവർക്ക് ചിലപ്പോൾ 2 ദിവസം സ്റ്റേ ചെയ്ത് റിസർച്ചൊക്കെ ചെയ്യണമെന്ന് തോന്നും. അങ്ങനെ ഉള്ള കുട്ടികൾക്ക് സ്റ്റേ ചെയ്ത്, ഇപ്പോൾ രാത്രിയാണ് അവർക്ക് പെട്ടെന്നൊരു ആശയം ഉദിക്കണമെങ്കിൽ അവർ ഓടിപ്പോയി ലാബിൽ പോവേണ്ടതുണ്ട്. നിങ്ങളുടെ ആ ലാബിൽ പോയിട്ട് അപ്പോഴേ നമ്മളത് യൂസ് ചെയ്യണം. നമ്മളെ തലയിൽ വരുന്ന ഇന്നതും ചേർത്ത് അല്ലെങ്കിൽ ഇന്ന ഒരു പ്രോസസ്സ് ചെയ്ത് നോക്കിയാൽ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഒക്കെ പറഞ്ഞത് കൂടുതലും നമ്മൾ നൈറ്റാണ് നോക്കിയാൽ മതി. അത് ആഫ്റ്റർ 1 o'clock to morning 4 o'clock. അതിൽ നിങ്ങൾ നോക്കിയാൽ വളരെ ബ്രില്യൻ്റായ ആൾക്കാർ അധികവും അവരുടെ ഐഡിയ ഉദിക്കുന്ന അത്ര. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയാൽ ലോകപ്രശസ്തരായ എല്ലാവരും, തത്വചിന്തകർ, സയൻറ്റിസ്റ്റുകൾ, മറ്റെല്ലാവരും തന്നെ നൈറ്റ് മോഡിൽ ഔട്ട് ഓഫ് ഹൗസ് ആയിരിക്കും. അതായത് വീട്ടിൻ്റെ പുറത്താണ് അവർ ഈ ടൈമിലാണ് അവർ കൂടുതൽ ചിന്തിക്കുന്നതും എല്ലാം വരുന്നത് കൂടുതലും. അത് കാരണം അത് സ്വസ്ഥത കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ വല്ലാത്തൊരു വൈബ് വരും, അതൊരു വല്ലാത്തൊരു ഫീലും നമ്മളെ തിങ്സ് വല്ലാതെ ഉണരുന്ന ടൈമാണിത്. അവർക്ക് ഇങ്ങനെയുള്ളവർക്ക് ഇത്തിരി ഐഡിയ കൂടുതലുള്ളവർക്ക് ഇത്തിരി ഈ ടൈമിൽ ഉറക്കം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് പെട്ടെന്ന് സഡൻലി ലാബിലോട്ട് പോകേണ്ട ഒരു മൂഡ് വേണം. അപ്പോൾ മൂഡ് വന്നു കഴിഞ്ഞാൽ ടക്കനെ പോവുകയും വേണം. അങ്ങനെ ഉള്ള കുട്ടികൾക്ക് സ്റ്റേ ചെയ്യാനാണ് ഈ 2 റൂം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് ഇവിടെ ലാബ് ഏകദേശം ഒരു 30 ലക്ഷം രൂപയെങ്കിലും വേണം മിനിമം എനിക്ക് ലാബ് പൂർത്തീകരിക്കാൻ. കാരണം ഇതിനകത്ത് ബോഡി വരെ വച്ചിരിക്കണം, നമ്മുടെ ഹ്യൂമൻ ഒരു ബോഡി വരെ വേണം. അപ്പോൾ ഒരു 30-40 ലക്ഷം രൂപയില്ലാതെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. 30-40 ലക്ഷത്തിലും തീരില്ല, എങ്കിലും എൻ്റെ മിനിമം ബഡ്ജറ്റായിരുന്നു അതുള്ള ലാബ്. അപ്പോൾ കുട്ടികൾക്ക് എന്താണ് മൂഡ് തോന്നുന്നത്, അത് കുട്ടികൾക്ക് നല്ല സയൻറ്റിസ്റ്റ് ബ്രില്യൻ്റായ കുട്ടികൾക്ക് എന്തും പരീക്ഷിക്കാൻ ഒരു വേദിയായിട്ട് ഒരു ലാബ് വേണം, ബേസിക് ഒരു ചെറുത്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ വെച്ചതാണ് ഈ 30x12 ഹാള്. ഈ കുട്ടികൾക്ക് സ്റ്റേ എടുക്കാൻ കരുതി വേണ്ടിയാണ് ഈ 2 ബെഡ്റൂമും, കാരണം അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി ഞാൻ ഒരുക്കാൻ തയ്യാറായത്. അപ്പോൾ ഈ കുട്ടികൾക്ക് നൈറ്റിൽ വല്ല ഭക്ഷണം കഴിക്കണോ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് തോന്നിയാൽ ടക്കൻ അവർക്ക് അവിടെ ഇരിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ കിച്ചൺ ചെയ്തത്. അപ്പോൾ കിച്ചൺ ഇങ്ങനെ ചെയ്തിട്ടിരിക്കുന്നത് ആ ഒരു ഉദ്ദേശത്തിലാണ്. പിന്നെ ഒരുപാട് കുട്ടികളോ മറ്റു കാര്യങ്ങളൊക്കെ പകലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഭക്ഷണം വേണം, മറ്റു കാര്യങ്ങൾ വേണം. അപ്പോൾ അതിലേക്കുള്ള സൗകര്യത്തിനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതാണ് എൻ്റെ ഈ 30x12 ഹാളിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകർക്ക്, സിംഹകുട്ടികളായ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്താണ് ഇരിക്കുന്നത്. അപ്പോൾ സയൻസ് മാത്രമല്ല കേട്ടോ, ഞാൻ പിന്നെ സയൻസ് ബേസ് പറഞ്ഞാണ്. കാരണം പ്രധാനമായിട്ട് എൻ്റെ ലക്ഷ്യം അതായിരുന്നു. നമുക്ക് ഒന്നാമത് നമ്മുടെ പല രോഗങ്ങൾക്കും മെഡിസിൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല സഡൻലി. അത് നമ്മളെ ഈ പഠിച്ച് ഡോക്ടർമാരൊക്കെ PhD ഒക്കെ എടുത്തിറങ്ങി പിന്നെ എന്തൊക്കെയോ റിസർച്ച് ചെയ്തെന്ന് പറയുന്ന കുറേ പേരാണ് അതിനകത്തിരുന്നിട്ട് ഈ കഷ്ടപ്പെട്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അത് പക്ഷേ ലേറ്റാണ്. നമ്മളൊരു ഏജ് ഓഫ് ലെവലൊക്കെ പോകും. അവർക്ക് ഒരു 30-45 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ വീട്ടിൻ്റെ കാര്യങ്ങൾ, മറ്റ് ഫാമിലി വിഷയങ്ങൾ, പിന്നെ മൂന്നാമത് പറഞ്ഞാൽ ഹെൽത്ത് കുറഞ്ഞു തുടങ്ങും. ഈ സമയത്തൊക്കെ നമ്മുടെ മനോഭാവം താന്നു പോകും, നമ്മൾ ഡീപ്പിലോട്ട്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവർ തെറിച്ച് നിൽക്കും, നല്ല പ്രായമാണ്. ഈ ടൈമിലാണ് അവരെ ഓരോന്നിലോട്ടും റിസർച്ച് ചെയ്യാൻ കൊടുക്കുന്നതെങ്കിൽ അവർ വേറെ ലെവലിലെത്തും.
വേറൊരു ലോകത്തെത്തും അവർ, വേറൊരു പല കാര്യങ്ങളും ടക്കനെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ റൂം, ഈ ഹാള് തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടില്ല എൻ്റെ ഉദ്ദേശം എന്താണെന്ന്. അങ്ങനെ ഞാൻ തയ്യാറാക്കാൻ വേണ്ടി എടുത്തതാണ് ഹാൾ. അതാണ് ഈ 30x12 ഈ ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ്. ഇനി ഞാൻ നിങ്ങളെ മുകളിലേക്ക് കൊണ്ടുപോകാം. ഇത് ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പ് കയറിയിട്ടതാ നമ്മൾ, നല്ല ഇരുട്ടാണ് കേട്ടോ, പകലാണ്, പക്ഷേ മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടും ഇവിടെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഇത്തിരി ഇരുട്ടാണ്. ഇതാ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങളിതാ അതേപോലത്തെ ഒരു ഹാൾ ഇതാ വന്നു കണ്ടോ. ഇത് 30x12 ഈ ഹാള്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതാ ഒരു ഓഫീസുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ഹാളിനെ ചുറ്റി കാണിക്കാവുന്ന അല്ല എങ്ങനെ വേണ്ട, ഹാൾ ഞാൻ രണ്ടാമത് പൂർത്തീകരിച്ച് കാണിക്കാം. ഇവിടെ നിന്ന് നേരെ തിരിഞ്ഞാൽ പോയി ഇതൊരു ബെഡ്റൂമാണ്. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഇവിടെയാണ്. ഈ ബെഡ്റൂം കണ്ടോ, ഈ ബെഡ്റൂമിൽ നിങ്ങൾക്ക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ കാണാം. ഇങ്ങനെ കാണാം. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ഓഫീസായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമുക്കൊരു ഓഫീസ് വേണം, അതായത് ഇതെല്ലാം കൈകാര്യം ചെയ്യണവർക്കൊരു ഓഫീസ്, എക്യുപ്മെൻറ്റ്സ് വയ്ക്കാനും ജനറലായിട്ട്. അതെന്തെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്രിക്കറ്റ് ബാറ്റൊക്കെ കണ്ടപ്പോൾ മനസ്സിലാവും. അതിലേക്കാണ് ഞാനിത് ഉദ്ദേശിച്ചത്. ഇവിടെ നിന്ന് ഞാനത് ഈ ഹാളിൻ്റെ ചുറ്റു കാണിക്കാം. ഈ ഹാളിൽ നിന്ന് എങ്ങനെ പോകുന്നത്. ഇവിടെ നിങ്ങളെങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ പോസ്റ്ററൊക്കെ കാണാൻ പറ്റും. കണ്ടോ, ഇതെങ്ങനെ പോയാൽ ചെറിയ പോസ്റ്ററൊക്കെ കാണാൻ പറ്റും. കണ്ടോ, ഇതുണ്ടോ. ഇതാണോ. അപ്പോൾ ഈ ഹാള് ഞാൻ വച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി. സ്പോർട്സിനും ആർട്സിനും, സ്പോർട്സ് ഞാൻ പറഞ്ഞല്ലോ, സ്പോർട്സിൽ സ്കില്ലായ കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ളതും, പിന്നെ ആർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയത് ഏറ്റവും വലിയ മാർക്കറ്റാണ് സിനിമയെന്ന് പറയുന്നത്. നിങ്ങളുടെ കുട്ടികൾക്ക്, കഴിവുള്ള കുട്ടികൾക്ക്, അല്ലാത്തവർക്കല്ല കേട്ടോ, അതിൽ കഴിവുള്ള, അതാണ് പറഞ്ഞാൽ ഓരോരുത്തരെയും തിരിഞ്ഞ് പഠിക്കുക എന്ന് പറയുന്നത്. കഴിവുള്ള കുട്ടികൾക്ക് ഒരു 6 വയസ്സ് മുതൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ വരുമാനം അല്ലെങ്കിൽ കോടികൾ വരുമാനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മേഖലയാണ് സിനിമ. അപ്പോൾ സിനിമയുടെ സ്റ്റുഡിയോ ഈ 30x12 കുട്ടികൾക്ക് പഠിക്കാനായിട്ട് സിനിമയുടെ ഡെവലപ്മെൻറ്റ് സ്റ്റുഡിയോ ഉണ്ടാക്കലായിരുന്നു എൻ്റെ ലക്ഷ്യം. കാരണം ഇവിടെ സിനിമയ്ക്ക് വേണ്ട ഡബ്ബിങ്, എഡിറ്റിങ്, ഷൂട്ടിങ്ങിന് വേണ്ട എക്യുപ്മെൻറ്റ്സുകൾ, മറ്റ് കാര്യങ്ങൾ, അതായത് പഠിപ്പിക്കാനുള്ള, മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹോളിവുഡ് പോലെയല്ല, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ റാംജി റാവു ഫിലിം സിറ്റി പോലെയല്ല. അതൊക്കെ 10,000 ഏക്കറിൽ കിടക്കണതാണ്. ഇത് കുട്ടികൾക്ക് ബേസ് പഠിക്കാനുള്ള, അത്യാവശ്യം ബേസ് കൊടുത്തിട്ട് അവർക്ക് സിനിമ പ്രൊഡക്ടിവിറ്റിയൊക്കെ 6 വയസ്സ് മുതൽ കഴിവുള്ള കുട്ടികൾക്ക് അഭിനയിക്കാനും, ഒപ്പം തന്നെ ഇവിടെ തന്നെ സിനിമ കുട്ടികൾ സംവിധാനം ചെയ്യാനുള്ള കുട്ടികൾക്ക് സംവിധാനം പഠിപ്പിക്കാനും, അതിൽ കൂടി അവർ കുഞ്ഞു സിനിമകളുണ്ടാക്കും. നിങ്ങളാക്കി ഒറിജിനൽ സിനിമകളുണ്ടാക്കി. ഈ സിനിമകളുണ്ടാക്കി ഇവർ പഠിക്കുമ്പോൾ എന്ത് പറ്റും? അഭിനയിക്കുന്ന കുട്ടിക്ക് കൂടുതൽ ചാൻസ് പല മേഖലകളിലും കഴിവുള്ള കുട്ടിക്ക് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റിയാണ്. പഴയതുപോലെയല്ല കേട്ടോ, ഡെയിലിയാണ് ശമ്പളം. ഡെയിലി എന്ന് പറഞ്ഞത് ഇത്തിരി കഴിവുള്ള കുട്ടിക്ക് പോലും 5,000 രൂപ ഉണ്ട് ഇപ്പോൾ ഒരു ദിവസം. ഒരു മിഡിൽ കഴിവുള്ള കുട്ടിക്ക് 1-1.5 ലക്ഷം രൂപ പെർ ഡേ കിട്ടും. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കുട്ടി ഒരു 8ാം ക്ലാസ്സിൽ 8 വയസ്സുള്ള ഒരു കുട്ടി ഈ മേഖലയിൽ സ്കില്ല് തെളിയിച്ചിട്ട് 8 വയസ്സിൽ തന്നെ ഒരു മാസം ഒരു 1.5-2 ലക്ഷം രൂപ അവൻ്റെ കഴിവ് കൊണ്ട് വരുത്തണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വേറെ വരുമാനം വേണോ? പ്രിയ പ്രേക്ഷകർ പറ, എൻ്റെ സിംഹക്കുട്ടികളായ പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾ പറ, നിങ്ങളെ കുട്ടി നിങ്ങൾക്കൊരു മോളുണ്ട് അല്ലെങ്കിൽ ഒരു മോനുണ്ട്, അത്യാവശ്യം ഒരു മീഡിയം പഠിക്കുമായിരിക്കാം, ചിലപ്പോൾ ഇത്തിരി പഠിക്കാൻ മോശമായിരിക്കും, പക്ഷേ ആ കുട്ടിക്ക് വല്ലാത്തൊരു സ്കില്ലുണ്ട്. അതായത് നിങ്ങളുടെ കുട്ടിക്ക് വല്ലാത്തൊരു സ്കില്ലുണ്ട് ഈ അഭിനയിക്കാനെന്ന് വെച്ചോളൂ. ആ അഭിനയിക്കാനുള്ള കുട്ടിയെ ഞങ്ങളിവിടെ ഡെവലപ്പ് ചെയ്തിട്ട് ആ കുട്ടി ആദ്യത്തെ 1 വർഷം കൊണ്ട് തന്നെ ക്ലിക്കാവും. സ്പോർട്സൊക്കെ എത്ര വർഷം നമ്മൾ ട്രെയിനിങ് കൊടുത്താണ് അവരെ ക്ലിക്കാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കും. പക്ഷേ സിനിമ അങ്ങനെയല്ല. അവർ ക്ലിക്കാവും. അവർക്ക് തന്നെ പ്രൊഡക്ടിവിറ്റി ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. അവർ ക്ലിക്കാവുമ്പോൾ വെളിയിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന്, ഒരു ഫിലിമിൽ നിന്ന് ഒരു ഓഫർ വന്നാൽ അവരുടെ വരുമാനം ലക്ഷങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കുട്ടിയെ പഠിപ്പിക്കണത് തന്നെ വലിയ ജോലി കിട്ടാൻ. ഈ വലിയ ജോലിക്ക് പോയി കിട്ടാൻ തന്നെ എത്ര വർഷം എടുക്കണം? 10-28 വർഷം പഠിപ്പിക്കണം. 28-30 വർഷം പഠിപ്പിച്ചാലോ അവിടെ കിട്ടുന്ന ശമ്പളം പരമാവധി 1-2 ലക്ഷം രൂപയായിരിക്കും കുട്ടിക്ക്. പക്ഷേ ഈ കൊച്ചിലെ തന്നെ നിങ്ങളുടെ കുട്ടിക്ക് ഒരു 2 ലക്ഷം രൂപ വർഷം വാർഷിക വരുമാനം, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ വരണമെങ്കിൽ ആ കുട്ടിയുടെ സ്ട്രാറ്റജി എന്തായിരിക്കും? ഈ കുട്ടി ഒരു 14 വയസ്സ് കഴിഞ്ഞ് ഇവർക്കുള്ള മാർക്കറ്റ് എന്തായിരിക്കും? അല്ലെങ്കിൽ അവനുള്ള മാർക്കറ്റ് എന്തായിരിക്കും?
കോടികളാണ്. അപ്പോൾ ഇത്തരം രീതിയിൽ കുട്ടികളെ കഴിവ് കൂടെ ഡെവലപ്പ് ചെയ്ത് വിടണം പഠനത്തിനൊപ്പം. അപ്പോൾ ആ കഴിവ് അവർക്ക് വരുമാനമായിട്ട് മാറും. മനസ്സിലായ പ്രേക്ഷകരെ? അതിൽ വേണ്ട ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന എല്ലാ സൗകര്യങ്ങളോടുകൂടി ഒരു സ്റ്റുഡിയോ വയ്ക്കാനാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ആ ഗുണമെന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് വരുമാനം കൂടുന്നു. നിങ്ങൾക്ക് കുട്ടിക്ക് സ്കൂളിന് വേണ്ട ഫീസ് പോലും നിങ്ങൾ കൊടുക്കേണ്ടതില്ല. നല്ല പ്രായത്തിൽ തന്നെ കുട്ടി വലിയ വരുമാനം ഉണ്ടാക്കുന്നു. കുട്ടി ഇൻകം ടാക്സ് അടയ്ക്കുന്നു. അപ്പോൾ കുട്ടി ഒരിക്കലും തന്നെ നിങ്ങൾ ആലോചിക്കുക ഒരു ചെറിയ ജോലിക്ക് ശ്രമിക്കൂ. നിങ്ങൾ ജോലിക്ക് ഇരിക്കാൻ പറഞ്ഞാൽ കുട്ടി ഇരിക്കില്ല. കാരണം ആ കുട്ടിയുടെ വാർഷിക വരുമാനം പിന്നെ 10 ലക്ഷം മുതൽ 1 കോടി രൂപയൊക്കെ ആയിക്കഴിയും ഒരു 15 വയസ്സാകുമ്പോൾ. ആ കുട്ടിയെ നിങ്ങൾ 1.5 ലക്ഷം രൂപ ശമ്പളത്തിന് കൊണ്ടുവന്ന് ഗവൺമെൻറ് ജോലിക്ക് ഇരുത്താൻ പറഞ്ഞാൽ ഇരിക്കുമെങ്കിൽ പറയും പ്രേക്ഷകരെ, നിങ്ങളെ കുട്ടിയെ നിങ്ങൾ ഇരുത്തോ? അതായത് ഞാൻ ഈ സ്കൂളിലുള്ള 1000 പിള്ളേരെ നന്നാക്കുന്ന കാര്യമല്ല പറഞ്ഞത്, 1000 കുട്ടിക്കും കൊടുക്കുമെന്നല്ല, കഴിവുള്ള കുട്ടികളുടെ കാര്യമാണ് പറയണത്. എക്സ്ട്രാ സ്കില്ലുള്ള കുട്ടികളാണ് എല്ലാവരും. അവരാ മേഖലയിൽ തിരിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഈ റൂമിൽ, അതായത് എൻ്റെ 30x12 സെക്കൻഡ് ഫ്ലോർ റൂമിൽ ഏകദേശം ഞാൻ ഉദ്ദേശിച്ചത്, എനിക്കൊരു എക്സ്പെൻസ് ഓഫ് കോസ്റ്റ് പറഞ്ഞത് നല്ലൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു 5Kയുടെ ഹെവി ക്യാമറ, മൂവി ക്യാമറ ഒക്കെ എടുക്കണമെങ്കിൽ 10-14 ലക്ഷം രൂപ വേണം. അപ്പോൾ ഞാനൊരു ആവറേജ് ഇവിടെ ഉദ്ദേശിച്ചത് പതുക്കെ ഘട്ടഘട്ടമായിട്ട് ഒരു 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതായത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും വേണം, എങ്കിലേ അവർ ഹോളിവുഡ് ലെവലിലോ അതിൻ്റെ മുകളിൽ ലെവലിലോട്ട് വളരുള്ളൂ. അതിലേക്കുള്ളൊരു ഹാളാണത്. അതായത് അവർക്ക് വേണ്ട സ്റ്റുഡിയോ, മറ്റ് കാര്യങ്ങൾ, സ്പോർട്സ് താരങ്ങൾക്കും കൂടിയുള്ള അവരെ സ്പോർട്സ് താരങ്ങൾ എന്നുകൊണ്ട് നിങ്ങളുടെ കുട്ടി സ്കില്ലാണെങ്കിൽ സ്പോർട്സിലോട്ട് തിരിച്ചിട്ട് വളരെ കൊച്ചിലേ തന്നെ അവരെ നമ്മൾ മാർക്കറ്റ് സ്ട്രാറ്റജിയിലോട്ട് ഉയർത്തും. അതിന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ കോഹ്ലിക്ക് ഒരു വലിയ മാർക്കറ്റ് ഉണ്ടാവണമെങ്കിൽ അത് കോഹ്ലിയുടെ കളി കൊണ്ട് മാത്രം ഉണ്ടാവണമില്ല. അവരത് മാർക്കറ്റ് ഉണ്ടാവാൻ അഡീഷണൽ വരുമാനം, വലിയ വരുമാനം കണ്ടെത്താൻ അതിനൊരു മാർക്കറ്റിംഗ് ടീം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് അപ്പോൾ എല്ലാം കൂടെയാണ് കൊച്ചിലേ തന്നെ. അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് ചെയ്യാൻ കുട്ടികളെ 6 വയസ്സ് മുതൽ 14 വയസ്സുള്ള കുട്ടികളെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ കരുതി ഉള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഞാൻ എടുത്തതാണ് എൻ്റെ പ്രിയ സിംഹക്കുട്ടി പ്രേക്ഷകരെ ഈ ബാങ്ക് ലോൺ. അല്ലാതെ ഞാൻ വീട് വയ്ക്കാനോ മറ്റൊരു കാര്യത്തിനും എടുത്തതല്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരു സ്ഥാപനം കൊണ്ടുവരികയും അത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആക്കുകയും അവിടെ നിന്ന് സ്കൂളുകളുമായിട്ട് ടൈപ്പ് ചെയ്യുകയും പിന്നെ അതുവഴി എന്ന് പറഞ്ഞാൽ അതുവഴി അത് ഇന്ത്യ മൊത്തം വ്യാപിപ്പിക്കുകയും അത് മൾട്ടി ലെവലാക്കുകയും അങ്ങനെ കുട്ടികൾ ലെവൽ ചെയ്ത് വന്ന് ഇന്ത്യയിൽ എന്ന് പറയുന്നത് വ്യവസായ മേഖലയിൽ കുട്ടികൾ ആഴ്ന്നിറങ്ങുകയും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകുകയും അങ്ങനെ രാജ്യത്തിൻ്റെ വരുമാനം ഘട്ടഘട്ടോട്ട് അത് അടുത്ത 25-30 വർഷം കൊണ്ട് വർദ്ധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി എൻ്റെ തലയിൽ വെച്ച ആശയത്തിന് വേണ്ടി ഞാൻ ഒരുപാട് എടുത്ത ലോണാണ്. ഞാൻ ഒരുപാട് സ്പോൺസർമാരെ അന്വേഷിച്ചു, ഒരുപാട് ബിസിനസ്സുകാരുടെ സംസാരിച്ചു. അപ്പം ഞാൻ അവിടത്തൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, 10 വർഷം കഴിയുമ്പോൾ അത് 10, 20, 30, 40 ഇരട്ടിയായിട്ട് വളരും. പക്ഷേ എല്ലാവർക്കും പൈസ രാവിലെ 100 രൂപ കൊടുത്താൽ വൈകുന്നേരം 110 കിട്ടണം. അത് മലയാളിയിലൊരു സംസ്കാരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് ഇവിടെ ബിൽഗേറ്റ്സ്മാരുണ്ടാവാത്തത്. ഇവിടെ ടെസ്ല ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നേ കൊടുക്കണവന് വൈകുന്നേരം 110 കിട്ടണം. അല്ലെങ്കിൽ അധികമൊന്നും പണിയെടുക്കാതെ എവിടെയെങ്കിലും വരുന്ന 1-1.25 ലക്ഷം രൂപ ഉണ്ടാകണം. വരുമാനം വരില്ല. ഒരു രാജ്യത്തിൻ്റെ വരുമാനം നമ്മുടെ ആനുവൽ ഇൻകമോ ഡെയിലി ഇൻകമോ ലക്ഷങ്ങളോ കോടികളിലോട്ട് വരുത്താവർക്കുണ്ടാവില്ല. അങ്ങനെ ചെയ്ത് എന്തെങ്കിലും ചെയ്യണം. പക്ഷെ അവർക്കൊന്നും നമ്മൾ ഈ ആശയം പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഈ ആശയം പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. സിംഹക്കുട്ടികളായ പ്രേക്ഷകർ നിങ്ങൾക്ക് ചിലർക്കേ മനസ്സിലാവുള്ളൂ. ഇത് കേൾക്കുന്ന 1 ലക്ഷം പേരിൽ 99,999 പേര് എനിക്ക് ഭ്രാന്തെന്ന് പറയും. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും എനിക്ക് ഭ്രാന്തെന്ന് പറയും. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും 1, 2, 4 പേര് ചിലപ്പോൾ മാറ്റി പറയും. കാരണം അവർക്കത് മനസ്സിലാവും. എനിക്ക് അവരെയാണ് ആവശ്യം. അവർക്കത് മനസ്സിലായി എനിക്ക് പറ്റാത്ത കാര്യം അവർ നാളെ ചെയ്യും. പക്ഷേ ഞാനിത് എന്തിന് ലോൺ എടുത്തു എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും പറയണത്. ഞാനൊരിക്കലും വീട് വയ്ക്കാൻ ലോൺ എടുത്തില്ല. എൻ്റെ സെൽഫ് കാര്യത്തിന് വേണ്ടി ലോൺ എടുത്തിട്ടില്ല. എൻ്റെ സ്വന്തം സുഖത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ സുഖത്തിന് വേണ്ടി ചെയ്യാമെങ്കിൽ എനിക്ക് അന്തസ്സ് ജോലി തന്നെയായിരുന്നു. കമ്പനിയിൽ 10, 35, 40,000 രൂപ സാലറി ഉണ്ടായിരുന്നു. നമ്മളത് വെച്ചിട്ട് സ്വന്തം കാര്യം നോക്കി സുഖമായിട്ട് ഞിം അടിച്ച് ജീവിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ലക്ഷ്യം വേറെ ആയിരുന്നു. പക്ഷേ ഞാൻ അതിനു വേണ്ടി എടുത്ത ലോണിന്ന് ട്രാപ്പിഡാണ്. ഞാനെല്ലാം നഷ്ടപ്പെട്ടിപ്പോൾ നാളെ ഉച്ചയോടുകൂടി നടുത്തെരുവിലിറങ്ങാണ്. ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിച്ചു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും ആരുമില്ല, ഒന്നിനും ആളില്ലാതെ വന്നതോടാണ് ഞാൻ ലോൺ എടുത്ത് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയിലോട്ട് ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങിയിട്ട് എന്ത് പറ്റി? എന്ത് പറയാൻ, കഷ്ടകാലം എന്ന് പറയും പോലെ എൻ്റെ ആശയങ്ങളുടെ കഷ്ടകാലം എന്ന് പറയും പോലെ എന്ത് പറ്റി?
കോവിഡ് വന്നതോടുകൂടി എല്ലാം മരവിച്ചു. എല്ലാം മരവിച്ചപ്പോൾ ഇപ്പോൾ എന്ത് പറ്റി? സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുറ്റമോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കുറ്റമോ അല്ല, അത് ഗ്ലോബലൈസേഷൻ റൂൾസൊക്കെ ആയിരിക്കാം. ഏതൊരുവിധ സപ്പോർട്ടും ഇല്ല. ഞങ്ങളെപ്പോലെ ഉള്ളവരെ പോലെ ഇതുപോലെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നവർക്ക് ഒരു 2-3 വർഷം ലോണൊന്നും പിടിക്കാതെ ആ എമൗണ്ട് നമ്മൾ പൈസ അടയ്ക്കാൻ പ്രാപ്തിയുള്ള സമയത്ത് അതിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് തിരിച്ചു പിടിക്കണം. ബാങ്ക് 1 രൂപ ചുമ്മാ തരണ്ട, ആർക്കും കൊടുക്കാനും പറ്റില്ല. കാരണം ബാങ്കിൽ കിടക്കുന്ന പൈസ ജനത്തിൻ്റെ പൈസയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൈസ ആയിരിക്കാം. അപ്പോൾ ഒരാൾക്ക് ലോണായിട്ട് കൊടുക്കുന്നത് വെറുതെ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ ലേറ്റാകുമ്പോൾ എന്താണ് കാരണമെന്ന് ഗവൺമെൻറ്റിന് എല്ലായിടത്തും എൻ്റെ അഭിപ്രായം അതാണ്. ഇനി ഒരു പുതിയ ആശയം വയ്ക്കാം, അത് നിൽക്കട്ടെ, അതിൻ്റെ ആശയം ഞാൻ പറയാം. ഇങ്ങനെ ഇതിലേക്ക് വേണ്ടി ഞാനെടുത്ത സംഗതി ലോണാണ്. ആ ലോണിന്ന് ട്രാപ്പിലാണ്. ഇതിന് നമുക്ക് സർക്കാർ ഭാഗത്തുനിന്ന് ഒരു ക്ഷമയോ ഒന്നുമില്ല. ബാങ്കാണെങ്കിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയണ കേട്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അവർ പറയണത് എന്തോ നമ്മൾ എന്ത് പറയണത് വിജയ് മല്യയെ പോലെയോ അല്ലെങ്കിൽ വേറെ ആളെ പോലെയൊക്കെ ലക്ഷക്കണക്കിന് കോടി രൂപ ലോണൊക്കെ എടുത്തിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് മുങ്ങി ലോകത്ത് എവിടെയും മുങ്ങി താമസിക്കുന്നവരെ പോലെയാണ് അവർ നമ്മുടെ അടുത്ത് പറയണത്, ഇടപെടണത്. നമ്മളാരോ ജനത്തിൻ്റെ പൈസയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്തോ ചെയ്യും പോലെയാണ് ഈ ബാങ്കുകാരൊക്കെ നമ്മുടെ സംസാരിക്കുന്നത്. നമ്മളെന്തോ അവരുടെ അടുത്ത് ക്രൂരത ചെയ്യണമല്ല. നമ്മളെപ്പോലെ ലോൺ എടുത്തിട്ട് നമ്മളടയ്ക്കുന്ന പലിശ തന്നെയാണ് അവിടെ ബാങ്കിലിരിക്കുന്ന എല്ലാവരുടെയും ശമ്പളം. അല്ലാതെ അവിടെ ചുമ്മാ കിട്ടണമെന്നുമില്ല. നമ്മളെപ്പോലെയുള്ളവരെ ലോൺ എടുത്തവൻ്റെ കഴുത്തിനെ വെട്ടിപ്പിടിച്ച് പിഴിഞ്ഞെടുക്കുന്നത് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് 100 രൂപ മിനിമം ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞ് വിളിക്കണമല്ല, കോടിക്കണക്കിന് രൂപ. ഇതൊക്കെ തന്നെയാണ് ഈ ബാങ്കിൽ ഇരിക്കുന്ന എല്ലാവരുടെയും ശമ്പളം. അല്ലാതെ ഒരിക്കലും ഒരു ഇൻകം വരുത്തിയിട്ടാണ് അവൻ്റെ ശമ്പളം കൊടുക്കുന്നത്. ഏത് ബാങ്ക് മാനേജറാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് നമ്മളെ രാജ്യത്ത് പൈസ വരുത്തിയിട്ട് ശമ്പളം വാങ്ങിക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ. നമ്മൾ കൊടുക്കുന്ന ടാക്സും നമ്മൾ ബാങ്കിലിടുന്ന പൈസയെ കൊന്ന് പിഴിഞ്ഞ് അതേ ജനത്തിൻ്റെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുക്കണതാണ് ഇവരെയൊക്കെ ശമ്പളം. എന്നിട്ടും അവർ പറയുന്ന ന്യായങ്ങളൊക്കെ കേട്ടാൽ എന്തോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിജയ് മല്യ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ, ഞാൻ വിജയ് മല്യ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നമ്മളെ രത്നവ്യാപാരിയൊക്കെ കുറേ പേരുണ്ട് ലക്ഷക്കണക്കിന് മുങ്ങിയിട്ടിപ്പോൾ അങ്ങ് കിടക്കണതേ. ഞാൻ മറ്റു രാജ്യങ്ങളൊന്നും പറയണില്ല, അതൊക്കെ ഒരു മോശമായി പോകും. ഞാൻ ആരെയും പറയണില്ല. പല രാജ്യത്തും പോയി ആ രാജ്യത്ത് ജീവിക്കുന്നവർ അവരെപ്പോലെയാണ് നമ്മളെ കാണുന്നത്. അതൊരു സാധാരണ ഒരു ഐഡിയ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മളെപ്പോലെയുള്ള സാധാ ജനത്തിന് കാണുന്നത്. സാധാരണക്കാരന് ഇവിടെ ഹോൾഡില്ല പ്രേക്ഷകരെ. നമ്മളൊരു ബിസിനസ് സംരംഭമായിട്ട് ഇവിടെ ഉള്ളവന്മാരുടെ അടുത്ത് പോയാൽ അറിയാമല്ലോ, ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഇടണം, പെട്ടെന്ന് പണം എടുക്കണം, ആ രീതി ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വലിയ സൂപ്പർ മാർക്കറ്റ് പോലെയൊക്കെ എന്തെങ്കിലും ചെയിൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് ഫ്രോഡ് കളിച്ചും ഇങ്ങനെയൊക്കെ ഇട്ട് കുറേ എന്താ പറയുക ഗ്ലാസ്സിനകത്തിരുന്നുള്ള പരിപാടി ചെയ്യണവരായിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ പൈസ കൊണ്ടിട ആളുണ്ട്. അപ്പോൾ ഞാനപ്പോൾ അതുകൊണ്ട് നമ്മൾ റിട്ടേൺ ഇതുള്ളതുകൊണ്ടും നമ്മളാരും ഒരു ബിസിനസ്സുകാരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഞാനിവിടുത്തെ ഒരുപാട് മുതലാളിമാരുടെ വീട്ടിലും പലയിടത്തും ഒക്കെ സംസാരിച്ചാണ് എനിക്കിങ്ങനെ ഒരു ആശയമുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊരു 100-90 പേരും കളിയാക്കും. അതിലൊരു 40% പേര് ഗവൺമെൻറ് എംപ്ലോയീസാണ് കേട്ടോ. അവർ കൂടുതൽ കളിയാക്കും. അവർക്കൊക്കെ എനിക്കെന്താ മെൻ്റൽ ഡിപ്രഷൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ എന്തിനടുത്തൊന്നും എൻ്റെ സിംഹക്കുട്ടികളായ പ്രേക്ഷകർ മനസ്സിലാക്കണം. അങ്ങനെ ഇതിപ്പോൾ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ബാങ്ക് എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ബാങ്ക് എടുത്തിട്ട് പോകുമ്പോൾ ഞാൻ സന്തോഷം പറയണത് എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ ഞാനെടുത്ത ലോണ് ബാങ്ക് റിക്കവർ ചെയ്ത് ബാങ്ക് എടുത്ത് പോകുന്നു. പക്ഷേ നാളത്തെ ജനറേഷന് വേണ്ടി ഞാൻ വച്ച ആശയമുണ്ട്, അത് നാളെ മരിക്കുകയാണ്. പ്രേക്ഷകർക്ക് പിടികിട്ടുന്നുണ്ടല്ലോ. നാളത്തെ ജനറേഷന് വേണ്ടി, നാളത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ കണക്കിൽ 10,000 വർഷത്തേക്കെങ്കിലും ഈ ജനറേഷന് എൻ്റെ ഈ ആശയം നിൽക്കുമായിരുന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ ആശയം നാളെ സ്റ്റക്കാവേണം. ഇനി ഞാൻ എന്ത് ചെയ്യാനാണ്? ഇനിയൊരു റിസ്ക് എടുക്കാൻ എൻ്റെ കയ്യിൽ ബാല്യമില്ല. എനിക്ക് വയസ്സ് 49 ഇനി എൻ്റെ കയ്യിൽ ഒരു ബാല്യമില്ല. ഇനി ബാങ്കുകാർ എൻ്റെ അടുത്ത് ഞാൻ പോയി ലോൺ ചോദിച്ചാൽ തരുമോ? ഒന്നാമത് റിക്കവറി ആയ ആൾ, ഞാൻ പിന്നെ 50 വയസ്സ് കഴിഞ്ഞാൽ ബാങ്ക് ലോൺ തരുമോ? പ്രിയ പ്രേക്ഷകർ പറ. ഇങ്ങനെയുള്ള ലോണൊന്നും കിട്ടൂല. പിന്നെ കിട്ടാനുള്ള ചാൻസ് വ്യവസായ ലോണാണ്. അത് എൻ്റെ ഈ ആശയത്തിന് എങ്ങനെ വ്യവസായ ലോൺ തരും? ആരും തരൂല. വ്യവസായ ലോൺ തരൂ? അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ബിസിനസ്സുകാർ ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും, എടാ നിൻ്റെ ആശയം കൊള്ളാം, നീ ഇഞ്ഞ് പോര്, നിൻ്റെ ഇതെല്ലാം ഞങ്ങൾ മാറ്റിത്തരാം, ഈ ആശയം ഇങ്ങ് താന്ന്. ഇല്ല, തരില്ല. അപ്പം നമുക്ക് ഒരു സാധ്യതയില്ല. അപ്പോൾ എൻ്റെ ആശയം, അതായത് അടുത്ത ജനറേഷന് മില്യൺ ഓഫ് മണി വരാൻ സാധ്യതയുള്ള എൻ്റെ ആശയം ഇവിടെ ഇന്ന് മരിക്കുകയാണ്. നാളെ ഉച്ചയോടുകൂടി മരിക്കും. ഇനി ഞാൻ ബാങ്കിൻ്റെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഇത് എൻ്റെ സിംഹക്കുട്ടികളായ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. പിന്നെ കാണണ്ടല്ലേ ക്രിക്കറ്റ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത് കാണുന്നത് ഈ എക്യുപ്മെൻറ്റ്സ് നിങ്ങൾ നാളെ ഞാൻ എൻ്റെ ജീവിത കഥ പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയാം കേട്ടോ. കാരണം ഞാനിത് എൻ്റെ എല്ലാ ജീവിത കഥയും അടുത്ത മാസം ഫസ്റ്റ് വീക്കോടുകൂടി യൂട്യൂബിൽ വരും. അതൊരു 100 എപ്പിസോഡെങ്കിലും ഉണ്ടാവും. എൻ്റെ ജനനം മുതൽ 49 വയസ്സ് വരെ ഞാനെടുത്ത റിസ്ക്, എൻ്റെ ലൈഫിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുള്ള വഴികൾ, ഞാൻ സഞ്ചരിച്ച യാത്രകൾ, എന്നെ കളിയാക്കിയ രീതികൾ, എന്നെ അവോയ്ഡ് ചെയ്ത ഓഫീസുകൾ,
എല്ലാം ഞാൻ തുറന്നു പറയും. ഞാൻ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ലൈസൻസ് അടക്കം കട്ട് ചെയ്യുകയും പിന്നീട് പുതുക്കി തരാൻ ചെയ്യാത്ത കുറേ സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനൊന്നും പറയണില്ല. ഇതെല്ലാം ഞാൻ വ്യക്തമായിട്ട് എൻ്റെ 100 എപ്പിസോഡുള്ള എൻ്റെ ജീവിതകഥ, ആത്മകഥ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ വഴി അടുത്ത മാസം മുതൽ കാണാം. അല്ലാതെ ഇവർ ബാങ്ക് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ആത്മഹത്യയൊന്നും ചെയ്യില്ല കേട്ടോ. എൻ്റെ ഭാര്യയും കുട്ടിയും കൊണ്ടുപോയിട്ട് ഞാൻ വലിയ ആശയത്തിന് ശ്രമിച്ചിട്ട് ഞാൻ പരാജയപ്പെട്ടെങ്കിൽ അതെൻ്റെ പരാജയമല്ല, അത് സമൂഹത്തിൻ്റെ പരാജയമാണ്. മനസ്സിലായോ? അത് സമൂഹത്തിൻ്റെ പരാജയമാണ്. ബാങ്ക് നമുക്കൊരു 24 മാസം പോലും സാവകാശം തരാൻ പറ്റാതെ, അല്ലെങ്കിൽ 36 മാസം മുടക്കം വന്നു കഴിഞ്ഞാൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അടുത്തേലും നമുക്കത് മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റി ലോകത്തെല്ലാ ബാങ്കുകളും ചെയ്യുന്ന ഒരു വിവരമുണ്ട്. വിദേശ രാജ്യങ്ങളിലെല്ലാം ജോലി നഷ്ടപ്പെടുകയോ മറ്റൊരു സിറ്റുവേഷൻ വരികയോ ചെയ്താൽ അവനടുത്ത് ജോലി കിട്ടുന്നത് വരെ ആ ലോണ് ഫ്രീസ് ചെയ്യുകയും ജോലി കിട്ടുമ്പോൾ അതുവരെയുള്ള 1 രൂപയും കുറച്ച് കൊടുക്കില്ല, പക്ഷെ അതുവരെയുള്ള ലോണിൻ്റെ പെൻഡിങ് എമൗണ്ട് ബാക്കിയുള്ള EMIയിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. അതായത് ഈ മാസം ഞാൻ അടയ്ക്കണ 20,000 രൂപയെങ്കിൽ 2 വർഷം ലോൺ അടച്ചില്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് അടച്ചു തുടങ്ങുമ്പോൾ അത് 26,000 രൂപയാവും. അങ്ങനെ കൊടുത്ത് തിരിച്ചു പിടിക്കും. അങ്ങനെ ഒരു സാവകാശം പോലും ഇന്ത്യയിലില്ല കേട്ടോ. ഇന്ത്യയിലെ ഒരു ഗവൺമെൻറ്റും ചെയ്തിട്ടില്ല. എങ്ങനെ നമ്മളെ പിഴിഞ്ഞുകൊണ്ട് പോവാം, എങ്ങനെ പാവപ്പെട്ട ജനത്തിന് കുറേ ലോൺ കൊടുത്തതിന് ശേഷം അവനെ എങ്ങനെ അടിച്ചു മാറ്റി കൊണ്ടുപോവാം, ആ രീതിയിലാണ് നമ്മൾ ലോൺ പോകണം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ നശിച്ചു പോണത് പറഞ്ഞില്ലേ പ്രേക്ഷകരെ, ഒരു എത്രയോ തലമുറയുടെ മില്യനോ അല്ല ട്രില്യൺ ഓഫ് മണി പല മേഖലയിലോട്ടൂടെ നമ്മുടെ നാട്ടിൽ വരേണ്ട ആശയം മുരടിച്ചു കഴിഞ്ഞു. ഇനി എനിക്കതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. കാരണം എനിക്കിനി ഒരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല എന്നല്ല, എന്നെ കൊണ്ടാവില്ല. ഒന്നെനിക്ക് ഹെൽത്ത് കുറഞ്ഞു തുടങ്ങി, രണ്ടാമത് ഇനി എനിക്കൊരു ലോണ് കിട്ടില്ല, മൂന്നാമത് എനിക്കിനി വലിയ ശമ്പളത്തിലൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല. പിന്നെ കിട്ടിയാൽ തന്നെ എത്ര ദിവസം ഇരിക്കാൻ പറ്റും? നമ്മുടെ ഹെൽത്ത് കുറയല്ലേ. പിന്നെ നമ്മളിനി വേണമെങ്കിൽ എൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്കിത് ചെയ്യാനേ പറ്റുള്ളൂ. അതിനുള്ള സാധ്യത ഞാൻ ഇനി കാണുന്നില്ല. അപ്പോൾ ഇതെല്ലാം നാളത്തോടെ കഴിയുകയാണ്. ഇനി ബാങ്കിൻ്റെ റിക്കവറിയിലോട്ട് ഞാൻ പറയുകയാണ്. എന്താണ് ബാങ്ക് റിക്കവറി? പുതിയ ഇൻ്റർനാഷണൽ ഗ്ലോബലൈസേഷൻ റൂൾസ് അനുസരിച്ച് RBIയുടെ കീഴിൽ വരുന്ന റൂളാണ് ഞാൻ നിങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. എന്ത് വിഡിത്ത റൂളെന്ന് നോക്കണം. നമ്മുടെ ഗവൺമെൻറ്റുകൾ പൊതുജനങ്ങളെ പറ്റിക്കാൻ കാണിക്കുന്ന പരിപാടിയിൽ ഒരു 5 മിനിറ്റ് ഞാനത് പറയണുള്ളൂ. ബാക്കി ഞാൻ എൻ്റെ ചാനൽ വഴി ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾപ്പിച്ചു തരാം. എൻ്റെ ജീവിതകഥ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ബാങ്കിൽ പോയി ഒരു ലോൺ എടുത്തു. നിങ്ങളൊരു ജോലിക്കാരനാണ്, ഗവൺമെൻറ് എംപ്ലോയി അല്ല കേട്ടോ. കാരണം അവന് 60 വയസ്സ് വരെ സ്ഥിരം ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ഒരു സാധാരണ ഒരു പ്രൈവറ്റ് ജോലിയുള്ള നിങ്ങൾക്ക് ഒരു 40,000 ശമ്പളം എന്തെങ്കിലും ഉള്ള നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ പോയി ലോൺ എടുത്തു. നിങ്ങളൊരു 30 ലക്ഷം രൂപ ലോൺ എടുത്ത് നിങ്ങളുടെ സംരംഭം ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ പ്രകൃതിയാലുള്ള ദുരന്തം വരെയാണ്, അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുന്നു. രണ്ടും നോക്കാം, രണ്ടും ഏകദേശം തുല്യമാണ്. പ്രകൃതിയാലുള്ള ദുരന്തം വന്നു, തൊഴിൽ നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള ചുറ്റുപാടിൽ അങ്ങനെയുള്ള എല്ലാ ചുറ്റുപാടിൽ അയാൾക്ക് ആ പൈസ റിവേഴ്സ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ലോൺ മുടങ്ങുന്നു എന്ന് ഒരു അന്വേഷണം, അതായത് ബാങ്ക് കേസ് കൊണ്ടുവന്ന് ഫയൽ ചെയ്യുമ്പോൾ കോടതിയിൽ നിന്നുണ്ടാവേണ്ടതല്ലേ? കോടതിയിൽ നിന്ന് നമ്മൾ പറയാമല്ലോ, ഒരു വലിയ കേസിന് ഒരു വലിയ പ്രശ്നമുണ്ടെങ്കിൽ അതിലൊരു 3ാം അഡ്വക്കേറ്റിനെ നിയമിക്കും. ഒരു 3ാമതൊരു അഡ്വക്കേറ്റിനെ നിയമിച്ച് ആ 3ാമതൊരു അഡ്വക്കേറ്റ് വന്ന് നമ്മളെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചതിന് ശേഷം കോടതിയിൽ അത് സമർപ്പിക്കും. അത് ജെന്യുവനാണെന്ന് അതിൽ കൂടി കോടതിക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റെല്ലാം മരവിപ്പിച്ചുകൊണ്ട് ഓർഡിനൻസ് പുതുക്കും കോടതി അല്ലേ? എല്ലാ ആ കേസിനൊരു വിധി അങ്ങനെയാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ പ്രേക്ഷകരെ, ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ലോൺ ഇറങ്ങുന്നുണ്ട്. അതിൽ കാർഷിക ലോണാണ് അധികവും. പാവപ്പെട്ട മനുഷ്യർ 2-4 ഏക്കറുള്ള മനുഷ്യർ ബാങ്കിൽ കൊണ്ടുവച്ച് ലോൺ എടുത്താണ് എന്തെങ്കിലും കൃഷി ചെയ്യണത്. അത് പ്രകൃതിയാൽ നശിക്കും, അല്ലെങ്കിൽ നശിക്കും. പിന്നെ അവരെ മക്കളൊക്കെ പഠിക്കണം, അവരും നല്ലപോലെ പഠിച്ചൊക്കെ മുന്നേറണ്ടേ. അവർ വന്ന് ഇവിടെ അടിമയായിട്ട് കിടന്നാൽ മതിയാണ്. കൃഷിക്ക് ചെയ്യണവന് ഇവിടെ അംഗീകാരമില്ലല്ലോ ഇപ്പോഴും. ഇവരൊരു ലോൺ എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഇത് മുടങ്ങിയിട്ട് ബാങ്ക് ജപ്തി ചെയ്യും. ജപ്തി വരുമ്പോൾ എന്താണ് ചെയ്യണത്? ഈ ജപ്തി നേരെ എന്ത് ചെയ്യുന്നു? കോർട്ടിലോട്ട് സബ്മിറ്റ് ചെയ്യണം. പിന്നെ കോടതിയാണ് വന്ന് അറ്റാച്ച് ചെയ്യണത്. നിങ്ങൾക്ക് അറിയാം, ഇത് എൻ്റെത് വഞ്ചിയൂർ കോടതിയിൽ നിന്നാണ് ജഡ്ജി വരുന്നത്. ആ പേപ്പറൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനതെൻ്റെ ഇതിൽ കാണിക്കുന്നില്ല. ഞാൻ എൻ്റെ വിശദാംശങ്ങളെല്ലാം എൻ്റെ ലൈഫിലെ കഥ അടുത്ത മാസം പറഞ്ഞു തുടങ്ങുമ്പോൾ എല്ലാം ഞാൻ കാണിച്ചു തരാം. എല്ലാം ഞാൻ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കോടതി എന്താണ് ചെയ്യേണ്ടത്? ഒരാളെ വിട്ട് അന്വേഷിപ്പിക്കണ്ടേ? ഒരാളെ കോമൺ ആയിട്ട് വെച്ചിട്ട് ഇത്, അല്ലെങ്കിൽ ഗവൺമെൻറ് അന്വേഷിച്ചിട്ട് ഇവ എന്തുകൊണ്ട് ഇവൻ്റെ ലോൺ മുടങ്ങുന്നു, ഇവന് തൊഴിലുണ്ടോ, ഇവൻ്റെ വരുമാനമുണ്ടോ, ഇവൻ്റെ കൃഷി നശിച്ചോ,
എന്താണ് ഇവൻ്റെ പ്രോബ്ലം, ഇവൻ്റെ ഫാമിലി പ്രോബ്ലം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ആൾ വന്ന് അന്വേഷിച്ചതിന് ശേഷം അവരൊരു റിപ്പോർട്ട് എഴുതട്ടെ. അവരാ റിപ്പോർട്ട് കോടതിയിൽ പോട്ടെ. കോടതി അതിനനുസരിച്ച് മാത്രമേ ബാങ്കുകൾക്ക് അനുമതി കൊടുക്കാവൂ ജപ്തിക്ക്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അടയ്ക്കാമെന്നാണ് പറയണത്. എനിക്ക് ഇനിയും ലോൺ അടയ്ക്കാവുന്ന ധൈര്യമുണ്ട്. അല്ലെങ്കിൽ ഇത് വിറ്റ് ഞാൻ കൊടുക്കാമെന്നാണ് ബാങ്കിൻ്റെ അടുത്ത് ഇപ്പോൾ പറയുന്നത്. വിറ്റ് ക്ലോസ് ചെയ്തിട്ട് ബാങ്കിനെ ഞാൻ ക്ലോസ് ചെയ്യും. പക്ഷെ തരുന്നില്ല സമയം. കാരണം ഞാൻ ഇഷ്ടംപോലെ ബ്രോക്കർമാരെ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ കച്ചവടം വെക്കുന്നില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കച്ചവടം നടക്കില്ല, അറിയില്ലേ. വരുമാനങ്ങളൊക്കെ ഇതും പൈസ ട്രാൻസാക്ഷൻ ചെയ്യേണ്ട ബുദ്ധിമുട്ടും ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്നൊന്നും കച്ചവടം നടക്കില്ല. അപ്പോൾ അത് കോടതി അന്വേഷിച്ചതിന് ശേഷം അങ്ങനെയുള്ള കൃഷിക്കാരനായാലും വ്യവസായി ആയാലും മറ്റുള്ള ആരായാലും അവൻ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ അവ അടയ്ക്കുന്നത് വരെയുള്ള സാവകാശം കൊടുക്കണം. അങ്ങനെ വിറ്റടയ്ക്കുമെന്ന് പറഞ്ഞാൽ അതിനുള്ള സാവകാശം കൊടുക്കണം. അങ്ങനെ അല്ലെങ്കിൽ കോടതി എന്താണ് ചെയ്യേണ്ടത്, ശരി അവനൊരു തൊഴിൽ കിട്ടട്ടെ, തൊഴിൽ കിട്ടണ എത്ര മാസം, അപ്പോഴതിനും ഒരു സാവകാശം കൊടുക്കണം. അത് സാവകാശം കൊടുക്കുമ്പോഴും ലോൺ എഴുതി തള്ളണമെന്ന് ഞാൻ പറയില്ല. ഞാനൊരിക്കലും അതിൻ്റെ പലിശ എഴുതി തള്ളണമെന്ന് പറയില്ല. ആ എമൗണ്ട് അവൻ അടയ്ക്കാൻ സാഹചര്യം വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് EMI ആക്കി മാറ്റി കൊടുക്കണം. അതിനൊരു 4 വർഷമൊക്കെ സാവകാശം കൊടുക്കാം കേട്ടോ. ഞാൻ ഗവൺമെൻറ്റിനോടൊക്കെ പറയണേ, ഇവിടെ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. എൻ്റെ പ്രിയ പ്രേക്ഷകരെ, സിംഹക്കുട്ടികളായ പ്രേക്ഷകരെ, നിങ്ങൾ ആലോചിച്ച് നോക്കും. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ 90% വീടുകളിൽ ലോണിലായിരിക്കും പോണത്. ഒരു 2 വീലർ ലോണെങ്കിലും ഇല്ലാത്ത വീടുണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങളുടെ വീട്ടിൽ ഒരു 2 വീലർ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് കേട്ടോ സ്ഥിതി. നിങ്ങൾ അടച്ചില്ലെങ്കിൽ പഴയതുപോലെയല്ല, ഏത് വിധേനയും നിങ്ങളുടെ വസ്തുവോ അച്ഛൻ്റെ അമ്മേരെ എന്തുണ്ടെങ്കിലും ജപ്തി ചെയ്യാമെന്ന് മനസ്സിലാക്കണേ. അത് എന്തുണ്ടെങ്കിലും നിങ്ങളെന്താ ഇപ്പോൾ എടുക്കുമല്ലോ മഹിളാ സമാജ ലോണുകൾ, അതിന് റൂൾ ഇത് തന്നെയാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് സംവിധാനമാണ് ഇവിടെ സാധാരണക്കാരന് വേണ്ടിയുള്ളത്, നിങ്ങൾ പറയൂ. കോടതിയിൽ ഒരു വഴിയില്ല. ഇനി ഇതിനൊരു സ്റ്റേ വാങ്ങണമെങ്കിൽ 40,000 രൂപ ചിലവുണ്ട്. 20,000 മുതൽ 40,000 രൂപ വരെ. സാധാ കോടതി കിട്ടൂല, ഹൈക്കോടതിയിലേ കിട്ടുള്ളൂ. മനസ്സിലായോ? ഈ ലോണിന് 1 വർഷം സ്റ്റേ വേണമെങ്കിൽ 40,000, 20,000 മുതൽ 40,000 രൂപ വരെ കോർട്ട് ചിലവ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു സാധാരണ മനുഷ്യൻ ലോൺ മുടങ്ങി നിൽക്കുന്ന സാധാരണക്കാരന് 40,000 ചിലവാക്കി പോകാൻ പറ്റൂ. കള്ളപ്പൈസ ഇട്ട് വെളുപ്പിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് ലോൺ അടയ്ക്കാത്തവന് പോകാൻ പറ്റും. കാരണം അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, അവൻ അതിൻ്റെ നിയമങ്ങൾ അറിയാം. അപ്പോൾ ഉടനെ സ്റ്റേ ഓർഡർ വാങ്ങി. അപ്പോൾ കോടതിയിൽ പോലും ഒരു സാധാരണക്കാരന് ചെന്നെത്താൻ പറ്റൂല ഇപ്പോൾ. എൻ്റെ സിംഹക്കുട്ടി പ്രേക്ഷകരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു ലോൺ മുടക്കിയിട്ട് നിങ്ങൾ സ്റ്റേ ഓർഡർ എടുക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. കാരണം നിങ്ങളിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ ലോൺ മുടങ്ങിയത്, അല്ലേ? ഇല്ലെങ്കിൽ പറയും, പൈസ വെച്ചിട്ടാണോ നിങ്ങൾ അടയ്ക്കാത്തത്? പൈസ വെച്ചിട്ടാണോ അടയ്ക്കാത്തത്? നിങ്ങൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇട്ടാണ് ബാങ്ക് ലോൺ അടയ്ക്കാത്തെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ അറ്റാച്ച് ചെയ്യാറും. മനസ്സിലായോ? കയറിക്കൂടെ? കാരണം അത് ആധാർ ലിങ്ക്ഡ് ആണല്ലോ. അപ്പോൾ ഇതിന് പോലും നമ്മളെ കോടതിയിൽ പോലും നമുക്ക് പോയിട്ട് ഒരു സ്റ്റേ പറയാനോ ചെയ്യാൻ പറ്റില്ല. കോടതിയിൽ ഇങ്ങനെ ഒരു ആശയമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒരു റൂളില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനില്ല. പിന്നെ നമ്മൾ ഈ സാധാരണ ലക്ഷക്കണക്കിന് രൂപ ടാക്സ് അടയ്ക്കണം. നമ്മളൊക്കെ ഉണ്ണാക്കന്മാരല്ലേ പ്രേക്ഷകരെ? ആരിവിടെ ഒരു വ്യവസായം തുടങ്ങും? ആരൊരാൾ പുതിയ ഐഡിയ ആയിട്ട് വരും? എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു ഐഡിയ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഇവിടെ ചെയ്യാൻ നിൽക്കുമോ? പറ്റുമെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും പോയി ചെയ്യാൻ നോക്കും. കാരണം അവിടെ ഇങ്ങനെ ഒരു റൂളെങ്കിലും ഉണ്ട്. പറയും ബിസിനസ്സുകാരായ എൻ്റെ പ്രേക്ഷകരും പറയും, ഇവിടെ ഇതിലും കുറേ ബിസിനസ്സുകാർ വരുമല്ലോ, നിങ്ങളും പറയും നാട്ടിൽ വേണോ സംരംഭം, പുറത്ത് വേണോ? ഞാനിതെല്ലാം കൊടുക്കുകയാണ്. ഇതിപ്പോൾ ബാങ്ക് കൊണ്ടുപോകും. ഞാനിതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് മോൻ്റെ അടുത്ത് പറഞ്ഞ് വിദേശത്ത് എവിടെയെങ്കിലും ഇപ്പോൾ അച്ഛൻ ചത്തില്ലെങ്കിൽ ഈ ആശയം അവിടെ നടപ്പിലാക്കാമെന്ന്. മനസ്സിലാവണുണ്ടോ? ഞാനല്ലെങ്കിൽ അടുത്ത ജനറേഷൻ നടപ്പിലാക്കും. ഇത് പറഞ്ഞിട്ടാണ് പോണത്. എൻ്റെ ആശയം നിങ്ങൾ കേട്ടല്ലോ. ഇത് യൂട്യൂബിൽ കിടക്കും. ഇത് തെളിവായിട്ട് കിടക്കും. അല്ലെങ്കിൽ എൻ്റെ മൊബൈലിലുണ്ടാവും. ഗവൺമെൻറ്റിന് ഇഷ്ടപ്പെട്ടില്ല ഡിലീറ്റ് ചെയ്താലും ഇതെൻ്റെ മൊബൈലിലുണ്ടാവും. ഞാൻ മരിച്ചാലും നിൽക്കും, എത്ര തലമുറയായാലും നിൽക്കും. മനസ്സിലായോ? ഇത് എനിക്ക് വേണ്ടിയുള്ളതല്ല, പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാനെടുത്ത റിസ്ക്കാണ്. ടെസ്ലയെപ്പോലെ. ഈ ടെസ്ലയല്ല. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ സുഖമായിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിച്ചിരുന്ന് നിങ്ങൾ സുഖമായിട്ട് മൊബൈലിൽ ചാർജ് ചെയ്ത് TV കാണില്ലേ? അത് മറ്റോ ഉണ്ടാക്കിയതല്ല. ഒരു പാവം മനുഷ്യൻ റോഡിൽ കിടന്ന് ചത്തിട്ടുണ്ട്. ടെസ്ല തിന്നായില്ലാതെ, ഭക്ഷണമില്ലാതെ ഒരു ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്ക് ഏകനായിട്ട് കിടന്നാണ് അയാൾ ചത്തുപോയത്. ആ മനുഷ്യരാണ് ഈ ലോകം മൊത്തം വെളിച്ചം പരത്തിയിട്ടുള്ളത്. നിങ്ങൾ ഇൻ്റർനെറ്റ് പുല്ലുപോലെ ഉപയോഗിക്കണില്ല. ഇപ്പോൾ എല്ലാവരും പറയണല്ലോ അംബാനി, അദാനി, കോപ്പ്, പിണ്ണാക്കെന്ന്. ഈ ഇൻ്റർനെറ്റ് എല്ലാം ആദ്യമായിട്ട് ഏറ് വഴി ചെയ്യാൻ പറ്റുന്നുള്ള ആ സിഗ്നൽ കണ്ടുപിടിച്ച മനുഷ്യനാണ്. തെണ്ടിയെപ്പോലെയാണ് മരിച്ചത്. ആശയമുള്ളവരുടെ അവസ്ഥയാണ് നാട്ടിലെ. അപ്പോൾ ഞാൻ പറയണത്, ഞാനിങ്ങനെ തെണ്ടി പോലും ഇനി ഇങ്ങനെ പോയാൽ പോലും എൻ്റെ ആശയം മരിക്കൂല പ്രേക്ഷകരെ. സിംഹക്കുട്ടികളായ പ്രേക്ഷകരെ, നിങ്ങളിൽ ഒരാളുണ്ടാവും ഇത് നടപ്പിലാക്കും. പക്ഷെ അത് ഇവിടെ ആയിരിക്കൂല. ഇവിടെ അത് ചെയ്യാൻ പറ്റൂല. ഇവിടെ ഇതൊക്കെ നടപ്പിലാക്കാതിരിക്കണ ഒരു ഗവൺമെൻറ് ഓഫീസേഴ്സിനും ഇത് മനസ്സിലാവില്ല, ഒരു ബാങ്കുകാരനും മനസ്സിലാവില്ല,
ഒരു ഗവൺമെൻറ്റിനും മനസ്സിലാവില്ല, ഒരുത്തനും മനസ്സിലാവില്ല. കാരണം അവനൊക്കെ പൊട്ട ആശയങ്ങളുമായിട്ട് മുന്നോട്ട് നടക്കണവന്മാരാണ്. അവർക്കാർക്കും മനസ്സിലാവില്ല. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു സ്റ്റേ എടുക്കാൻ കരുതി കോടതിയിൽ എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരന് 40,000 രൂപ എന്തിന്? ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ കൊടുക്കാൻ പറയണം, വെറും 1000 രൂപയിൽ നിൽക്കണം. 1000 രൂപ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ഫീസാണ്. അഡ്വക്കേറ്റിന് എന്തിനാണ് 10,000 രൂപ ഫീസ്? നിങ്ങളൊരു ജോലിക്ക് പോയി 1300 1500 രൂപയിൽ ഇന്നും ഉള്ളൂ ഒരു മേസ്തിരിക്ക്. ഒരു വീട് പണിക്കാരന്, ഒരു കൽപ്പണിക്കാരന്, ഒരു കൃഷിക്കാരന് 500 രൂപ കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ ശമ്പളം ഉണ്ടോ? നിങ്ങൾ പറ പ്രേക്ഷകരെ. പിന്നെ എന്തിനാണ് ഒരു അഡ്വക്കേറ്റിന് 10,000 രൂപ നമ്മൾ ശമ്പളം കൊടുക്കുന്നത്? അവൻ ബ്രില്യൻ്റ് ആയതുകൊണ്ടാ? അതിനുള്ള വകുപ്പുണ്ടാക്കി വെച്ച നിയമത്തിൽ, ബ്രിട്ടീഷുകാരൻ്റെ കാലഘട്ടം മുതൽ ഉണ്ടാക്കി വെച്ച പൂഞ്ഞ നിയമം, അല്ലെങ്കിൽ അതിനു മുമ്പേ ഉണ്ടാക്കി വെച്ച അടിയാൻ കൂടിയ വ്യവസ്ഥയിൽ മറ്റവന് എല്ലാം ഇരിക്കട്ടെ, മറ്റവനൊന്നും വേണ്ട, അതേ റൂളാണല്ലേ നമുക്കിപ്പോഴും. അല്ലെങ്കിൽ എന്താ, എനിക്ക് കോടതിയിൽ നേരിട്ട് പോകാൻ പറ്റണം, കോടതി അതിനുള്ള വഴി ഒരുക്കി തരണം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പേപ്പർ കൊണ്ടുപോകാം, ഇവിടെ താഴെ ഒരു ഓഫീസുണ്ട്, കൊടുക്ക്, 5 രൂപ 10 രൂപ ഒരു സ്റ്റാമ്പ് ഒട്ടിക്ക്. വേണ്ട, എന്തിന് സ്റ്റാമ്പിന് പൈസ കൊടുക്കണം? കടത്തി നിൽക്കണം, ഞാൻ എന്തിന് സ്റ്റാമ്പിന് പൈസ കൊടുക്കണം? ഒരു വെള്ള പേപ്പർ 1 രൂപ ചിലവിൽ എനിക്ക് കൊടുക്കാൻ പറ്റണം. കൊടുത്തുകൊണ്ട് കോടതിക്ക് നേരിട്ട് അത് അന്വേഷിക്കാൻ പറ്റണം. 10-30 2 ദിവസം വേണ്ട ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് എടുക്കാൻ. സാവകാശം കൂട്, വെറുതെ വേണ്ട. എന്നിട്ട് അടച്ചില്ലെങ്കിൽ നീ ജപ്തി ചെയ്തുകൊണ്ട് പോ. ഇവിടെ അതാണ് ഞാൻ എൻ്റെ സിംഹക്കുട്ടികളായ പ്രേക്ഷകരെ ജനങ്ങൾത്തോടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആശയങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാം നമ്മളെ നാട് വിടുന്നതിൻ്റെ ഒരു സ്ഥിതി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നിയമം നമുക്ക് കൂട്ടില്ല, സർക്കാരില്ല, ജനമില്ല. എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണവനൊക്കെ ടെസ്ലയെ പോലെ, അതായത് മറ്റേ ടെസ്ലയെ പോലെ, അല്ലെങ്കിൽ നാട്ടിൽ പല കാര്യങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചവനൊക്കെ ഒരുമാതിരി നാട്ടുകാർ കളിയാക്കി ആ കാലത്ത് കൊന്നിട്ടുണ്ട്. മനസ്സിലാവണുണ്ടോ? അതുപോലെ നമ്മളെ ഒതുക്കും. അപ്പോൾ ഒരിടത്തുനിന്നും ഒരു സപ്പോർട്ടില്ല, ഫിനാൻഷ്യലി ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഉള്ളപ്പോൾ നമ്മളെ പിള്ളേർ ഇവിടെ നിൽക്കുമോ, വിദേശത്ത് പോയി കമ്പനി ഇടുമോ? വിദേശത്ത് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും. 140 കോടി ജനമുണ്ട്. പണം ഇവിടെ ഉണ്ടാവണത് വിദേശത്തോട്ട് പോകും. കാരണം അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണതല്ല വിദേശത്താണ്. എവിടെ നിങ്ങൾ ഗൂഗിൾ ഉപയോഗിച്ചാലും, എവിടെ നിങ്ങൾ ടെസ്ല കാർ ഉപയോഗിച്ചാലും, എവിടെ നിങ്ങൾ ഈ വിദേശത്തുള്ള ഏത് സാധനം ഉപയോഗിച്ചാലും ഇവിടെ നിന്നുള്ള അതിൻ്റെ നിശ്ചിത